അനസ് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ അനസിന്റെ സംഘാംഗമായിരുന്ന ഇബ്രാഹിം കുട്ടി, ഇദ്ദേഹവും പരാതി നൽകിയ ആളാണ്. ഇബ്രാഹിം കുട്ടി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ന്യൂസ് 18-നൊപ്പം. ശ്രീ ഇബ്രാഹിം കുട്ടി, എന്താണ് ഈ അനസുമായി തെറ്റാനുള്ള സാഹചര്യം? അനസ് അത് ഈ സാമ്പത്തിക ക്രമക്കേടുകള് കുറെ അധികം കയറി വന്നപ്പോഴാണ് നമുക്ക് അവനായിട്ട് വെക്കാതെ വന്നത്. ഒരു പറ്റിക്കല്, ആളുകളെ പച്ചനെ പറ്റിക്കല് പോലെ ഒരു ഇത് വന്നു. അത് ഞാൻ അതിൽ നിന്ന് പിന്മാറി. നമുക്ക് അത് ശരിയാവില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ പിന്മാറി. അല്ല, ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടായിരുന്നവരല്ലേ? അപ്പോ എന്താണ് നിങ്ങളുടെ പങ്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? അല്ല 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 അത് ഈ കളവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പലരിൽ നിന്നും പണം സ്വീകരിക്കൽ തുടങ്ങി. അത് വ്യക്തിപരമായിട്ട് എനിക്കത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പതുക്കെ പിന്മാറി. അല്ലെ അത് വിരോധം ഉണ്ടായി അവന്. ഇബ്രാഹിം കുട്ടിക്ക് പണം കിട്ടാനുണ്ടോ അനസിൽ നിന്ന്? ഇല്ല. അങ്ങനെ ഒരു കൂട്ടു ബിസിനസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളെ സുഹൃത്തുക്കളായിരുന്നു. ആ സുഹൃത്ത് ബന്ധാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ അനസിന്റെ ഈ കാര്യങ്ങൾ, ഈ പ്രവർത്തികളും, ഈ അദ്ദേഹത്തിന് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇപ്പോൾ 2 കിഡ്നാപ്പിംഗ് കേസുകൾ അനസിന്റെ പങ്കുണ്ടെന്ന് ഇപ്പോൾ ഷിറിൽ പറയുന്നു. അപ്പോ ഇതൊക്കെ അറിയാമായിരുന്നോ ഇബ്രാഹിം കുട്ടിക്ക്? നെടുമ്പാശ്ശേരി കേസ് അനസിന് വേണ്ടിയിട്ടാണ് ചെയ്തത്, അത് നടത്തിയത്. പക്ഷെ അത് പിന്നീട് നമ്മളത് പറഞ്ഞില്ല, പോലീസിന്റെ അടുത്ത് പറഞ്ഞില്ല. പോലീസിന്റെ അടുത്ത് അത് അവനെ സംരക്ഷിക്കാന്നുള്ള അന്നത്തെ ഒരു സുഹൃത്ത് ബന്ധം നമ്മളത് പറഞ്ഞില്ല. അവനെ ഒഴിവാക്കി. ഈ തിരുവനന്തപുരം തട്ടിക്കൊണ്ട് പോയ കേസോ? അത് കോടതിയിൽ നിൽക്കണ കാര്യങ്ങളല്ലേ? അല്ല, അതിലൊരു അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ സന്തോഷം. കോടതിയിലാണ് കേസുകളൊക്കെ. ഇപ്പോ നെടുമ്പാശ്ശേരി ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും ഇപ്പൊ കേസുകളെ കുറിച്ച് അങ്ങനെ കൂടുതൽ ഇപ്പൊ കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് പറയാൻ വയ്യ. ഈ ശ്രീ ഇബ്രാഹിം കുട്ടി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ആദ്യം ഞാൻ ഞങ്ങളുടെ പ്രതിനിധിയോട് ചോദിക്കുകയായിരുന്നു, ഈ ഒപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരാളല്ലേ ഈ അനസ്? ഈ ജയിലിൽ കിടന്നു കുറെ നാളുകൾ, അപ്പോൾ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നായിരുന്നു ആദ്യം ഇപ്പോൾ നമ്മോട് പ്രതികരിച്ച ഷിർലിൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണോ ഈ പെരുമ്പാവൂർ അനസ് എന്ന് പറയുന്ന സംഘത്തലവൻ? തീർച്ചയായിട്ടും അവൻ കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കില്ല. അവനും അവന്റെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ. കൂട്ടത്തിലുള്ള ആരെയും അവൻ സംരക്ഷിക്കില്ല. അത് ബോധ്യപ്പെട്ടത് കൊണ്ടും പിന്നെ എങ്ങനെയുള്ള ഈ ചില ഈ വഴിവിട്ട കാര്യങ്ങൾ വന്ന് എനിക്കത് വ്യക്തിപരമായിട്ട് അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതി കൊണ്ടുള്ളതാണ് ഞാൻ പിന്മാറിയത്. ഈ വഴിവിട്ട കാര്യങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി വിശദീകരിക്കാമോ? അതായത് കളവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ അടുത്ത് പൈസ വാങ്ങാം. എങ്ങനെ? എത്ര ഉദാഹരണം പറയോ? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ എടുത്തിട്ട് അത് നടപ്പിലാക്കാതിരിക്കുക, അവരുടെ അടുത്ത് പൈസ വാങ്ങുക, അത് നടപ്പിലാക്കാതിരിക്കുക, പിന്നെ അവരായിട്ട് അവര് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അവരെ ബന്ധപ്പെടാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം വന്ന് കളവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. ഈ കൊട്ടേഷൻ ഒരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത ആളുകളാകുമ്പോൾ അത് പ്രൊഫഷണലി ചെയ്യണ്ടേ? അത് ചെയ്യാതെ വരുമ്പോൾ വീണ്ടും കൊട്ടേഷൻ കിട്ടാതെ ആയി പോകില്ലേ ശ്രീ ഇബ്രാഹിം കുട്ടി? അപ്പോൾ ഈ അനസ് അത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കുമോ? ഇത് വേറെ ഒന്നുമില്ലാന്നേ. ഇത് വെറുതെ ഒരു ഷോ ഓഫ് വെച്ചിട്ട് കുറച്ച് പൈസ വാങ്ങുക, ആളുകളെ പറ്റിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ബോധ്യപ്പെട്ടപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പൊ ഈ ഇപ്പോൾ കൊട്ടേഷൻ പ്രവർത്തനമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഈ അനസിന്? ഈ പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ രീതി? അതാണ് മനസ്സിലാക്കേണ്ടത്. പൈസ വാങ്ങി തട്ടിപ്പ് നടത്തുക എന്നുള്ളത് മാത്രമേ. ഞാൻ ഒരു വലിയ എന്തോ ഒരാളാണ് എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി പലരിടത്തുനിന്നും പൈസ വാങ്ങാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നടപ്പിലാക്കലൊന്നുമില്ല. നടപ്പിലാക്കുന്നത് അവന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്കെതിരെ മാത്രമേ ഉള്ളൂ. അവന്റെ ഒപ്പം നിൽക്കാത്തത് കൊണ്ടിട്ടുള്ള വിരോധം, അങ്ങനെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്ത് ആരെയും കൊട്ടേഷൻ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള എനിക്ക് ഒരു അറിവില്ല. താങ്കൾ എത്ര വർഷം ഉണ്ടായിരുന്നു ഈ അനസിനൊപ്പം? ഞങ്ങളങ്ങനെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ അവന്റെ കൂടെ എന്തെങ്കിലും ഒരു വർക്കായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പം തൊട്ട് അറിയാവുന്നതാണ്? കുറെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്.
അന്ന് അടുത്ത ബന്ധം ഉണ്ടായില്ല. പിന്നെ കുറച്ചായിപ്പോ അടുത്ത ബന്ധങ്ങളായി. പിന്നെ അവന്റെ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്യലും വണ്ടി ഓടിക്കലായിരുന്നു. എനിക്ക് അന്ന് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വന്നപ്പോ പിന്നെ വേറെ തൊഴിലൊന്നും ഉണ്ടായില്ല. ഡ്രൈവറായിട്ടാണ് ഞാൻ ആദ്യം പോയത് എവിടെയെങ്കിലൊക്കെ പോകാനായിട്ട്. പിന്നീട് എനിക്ക് ഒന്ന് രണ്ട് ഇവന്റെ കേസുകളിൽ ഞാൻ പ്രതിയായി കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ പരാതിയിൽ പറയുന്നത് തന്നെയും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്, ഭീഷണിയുണ്ട് എന്നുള്ളതാണല്ലോ. അങ്ങനെ ഇപ്പോൾ താങ്കളെ വധിക്കാനുള്ള അല്ലെങ്കിൽ ശ്രമം നടത്താൻ പാകത്തിന് അത്ര വൈരാഗ്യമുണ്ടോ താങ്കളുടെ? അല്ലെങ്കിൽ അത്രമാത്രം വൈരാഗ്യം വരാനുള്ള കാരണം എന്തായിരിക്കും? എന്തെങ്കിലും കാരണം ഉണ്ടായി. കാരണം എനിക്ക് അറിയില്ല. എനിക്കിപ്പോ ഈ ഔറംഗസീബ് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തേക്കുന്നത്. അതിന് അനസിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കേണ്ടി വരും. അല്ല, ഇപ്പൊ ഇബ്രാഹിം കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് പോകുമെന്നുള്ള ഒരു പേടി ഉണ്ടാവും അനസിന്? ഉണ്ടാവാം. കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മറച്ചു വെക്കാൻ പാകത്തിനുള്ള ഒരുപാട് രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനും അവനുമായിട്ട് നടത്തിയിട്ടില്ല, ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കേസായിട്ടുണ്ട്. ഈ അനസ് മാറി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ടൈപ്പാണോ അതോ നേരിട്ട്? അതെ, മാറി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ടൈപ്പാണ്. ഒരു കാര്യം കൂടി, ഈ ഔറംഗസീബ് പറഞ്ഞോളൂ. അല്ല, ആളിവിടെ ഇല്ലാന്നുണ്ടെങ്കിലും അവന് ഉദ്ദേശിച്ച കാര്യങ്ങൾ അവനിവിടെ അവന്റെ ആളുകളെ വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന അതിനുള്ള ഒരു ഇതുള്ള ആളാണ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഔറംഗസേബിന് ഇപ്പൊ ATS ഇപ്പൊ ചോദ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളെ കൂടുതൽ വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം വിളിച്ചാൽ സഹകരിക്കില്ലേ? പൂർണ്ണമായും തീർച്ചയായിട്ടും സഹകരിക്കും. ഈ ഔറംഗസേബ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താങ്കൾ ശരിവെക്കുന്നുണ്ടോ ഈ പെരുമ്പാവൂർ അനസിനെ പറ്റി? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് ശരിയാണ്. എനിക്കറിയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്. ഈ ഷിയാസ് കരീം അവരൊക്കെ ആയിട്ട് അടുത്ത ബന്ധമായിരുന്നോ അനസിന്? ഷിയാസ് കരീമായിട്ട് ബന്ധമുണ്ട്. ഷിയാസ് കരീമായിട്ട് ബന്ധമുണ്ട്. ഷിയാസ് പറയുന്നതൊക്കെ കളവാണ്. ഷിയാസിന് അറിയില്ല എന്നൊക്കെ പറയുന്നത് കളവാണ്. ഷിയാസ് കരീമായിട്ട് ബന്ധമുണ്ടായി. ഈ ഷിയാസിന് അറിയാമായിരുന്നു ഈ അനസിന്റെ പ്രവർത്തനങ്ങൾ ഫുള്ള്? പിന്നെ ഷിയാസിന് ഒരു ബിസിനസ് ഇടപാടുണ്ടോ അനസുമായിട്ട്? ബിസിനസ് ഏർപ്പാടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഗോൾഡിന്റെ പരിപാടി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ ദുബായ് കേന്ദ്രീകരിക്കാനുള്ള കാരണവും അതാണ്. ഗോൾഡ് ബിസിനസ്സാണ് ഇവരെല്ലാവരും ചേർന്നിട്ട് നടത്താൻ ഉദ്ദേശിച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഓക്കെ, ഇപ്പൊ ഈ മറ്റു ചില ആളുകളുടെയൊക്കെ വീഡിയോ കണ്ടിരുന്നു. ഇപ്പോൾ എന്താ പറയാ, വിനയ് ഫോർട്ട് അല്ലെങ്കിൽ ശ്വേത മേനോൻ, സ്വാസിക, അങ്ങനെ ഒരുപാട് പേര്. അപ്പൊ ഇവരൊക്കെ അനസുമായിട്ടുള്ളൊരു ഒരു പരിപാടിയിൽ കണ്ട അടുപ്പം മാത്രമാണോ അതോ അതിൽ കൂടുതലുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഷിയാസ് കരീമായിട്ട് അടുത്ത ബന്ധം ഉണ്ടാവണം. ഷിയാസ് കരീമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്തായിരിക്കണം ഇവർ വന്നത്. അതുകൊണ്ട് അവരൊന്നുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കണ്ട. ഈ ഗോൾഡ് അത് കടത്തുന്നതേ ഈ ചലച്ചിത്ര താരങ്ങളെ കൂട്ടുപിടിക്കുന്നൊക്കെ ഒരുപാട് വാർത്തകളും ആരോപണങ്ങളൊക്കെ ഉള്ളതാണ്. അതിലെന്തെങ്കിലും അറിയാമോ ഇബ്രാഹിം കുട്ടിക്ക്? സ്വാഭാവികമായിട്ട് അവർ അങ്ങോട്ട് പോകുമ്പോ വലിയ ഇമിഗ്രേഷനിൽ വലിയ ചെക്കിംഗ് ഒന്നും തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ല. അവരുടെ അടുത്തുണ്ടാവും സാധനം. അപ്പൊ അതിന് ഈ ഷിയാസ് കരീമാണോ നേതൃത്വം നൽകുക? അത് അങ്ങനെ ചോദിച്ചാൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഈ സിനിമാ താരങ്ങളായതുകൊണ്ടും സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഇമിഗ്രേഷനിലൊന്നും അങ്ങനെ കൂടുതൽ ചെക്കിങ്ങോ കാര്യങ്ങളോ വരില്ല. അപ്പൊ അവരുടെ അടുത്തുണ്ടാവും. അവരെന്തായാലും കൊണ്ടുവരും. അതിനാണ് ഈ ഇങ്ങനെ ഒരു കള ഒപ്പിക്കുന്നത്. ഓക്കെ, ഒരു മറയാണ് എല്ലാത്തിനും. ഈ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു മറയാണ്. മനസ്സിലായി. ഒരു നിമിഷം ഒന്ന് തുടരാമോ ഫോണിൽ? ഇബ്രാഹിം കുട്ടി, ഒരു നിമിഷം ഒന്ന് ഫോണിൽ തുടരാമോ? ടോം കുര്യാക്കോസ് തുടരുന്നു. ടോം, ഈ വാർത്തയുടെ പിന്നാലെ പോയതുകൊണ്ട് ചോദിക്കുകയാണ്, ടോമിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇബ്രാഹിം കുട്ടിയോട്? അല്ല, ടോമിന് ഇബ്രാഹിം കുട്ടിയുടെ എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ്. പ്രത്യേകിച്ചും ഈ വാർത്തയുടെ പിന്നാലെ ഒരുപാട് ഓടിയതാണല്ലോ. തീർച്ചയായും ഇബ്രാഹിം കുട്ടി ഇപ്പോൾ അറിയാം. ഇബ്രാഹിം കുട്ടിക്ക് ഒരു പക്ഷേ ഈ പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാവുന്ന, കാരണം കാലാകാലങ്ങളായി, വർഷങ്ങളായി തുടക്കം മുതൽ പെരുമ്പാവൂർ അനസിനൊപ്പം ഉണ്ടായിരുന്ന അനസിന്റെ ഏറ്റവും വിശ്വസ്തര ഒരാളായിരുന്നു ഇബ്രാഹിം കുട്ടി. ഇബ്രാഹിം കുട്ടി ഇപ്പൊ നേരത്തെ എൽദോ ചോദിച്ചു എങ്ങനെയാണ് തെറ്റിപ്പിരിഞ്ഞതെന്ന്. ഈ സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ അവസാനമായി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കോടികൾ അനസ് തട്ടിയെടുത്ത് മുങ്ങിയതിനപ്പുറം
മറ്റെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയാൻ? ഈ ഉണ്ണിക്കുട്ടൻ കൊലപാതക കേസ്, മറ്റേതെങ്കിലും സംഭവങ്ങളൊക്കെ ഇതിന്റെ ഒരു നിങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള ഒരു കാരണമായിട്ടുണ്ടോ? ഉണ്ണിക്കുട്ടന്റെ മർഡർ, ഉണ്ണിക്കുട്ടനെ കൊന്നത് അവനാണെന്നുള്ള കാര്യം അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അതിന്റെ പങ്ക് എന്താണെന്നുള്ള കാര്യം അതും ഒരു കാരണമാണ്. കാരണം ഉണ്ണി എന്റെ വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ഉണ്ണി. അതിനുശേഷം എനിക്കൊരു വ്യക്തത കിട്ടിയിട്ടുണ്ടായില്ല ഉണ്ണി മരിച്ചിട്ടും എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം. പിന്നീടാണ് വ്യക്തത കിട്ടുന്നത് ആരൊക്കെ എന്റെ പുറകില് എന്നുള്ള കാര്യമൊക്കെ. അപ്പോ അതും ഒരു പ്രധാന കാരണമാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കുട്ടികളെയും നിങ്ങളിപ്പോൾ ഇബ്രാഹിം കുട്ടി അതോടൊപ്പം നിഷിൽ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ വധശ്രമമുണ്ട്, നിങ്ങൾക്കെതിരെ വധശ്രമം ഉണ്ടായെന്ന് പറയുന്നു, നിങ്ങളെ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, ഭീഷണി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതോടൊപ്പം നേരത്തെ ഔറംഗസേബ് വെളിപ്പെടുത്തിയിരുന്നു ചില രാഷ്ട്രീയ നേതാക്കന്മാരെ പെരുമ്പാവൂർ അനസ് ഉന്നമിട്ടിരുന്നു എന്ന്, അതായത് കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നു എന്ന്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാമോ? ഇല്ല, അതേക്കുറിച്ചൊന്നും അറിയില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും കൊട്ടേഷൻ വർക്ക് നിങ്ങൾക്ക് കിട്ടിയിരുന്നാണോ? ഇല്ല, ഞാൻ എന്റെ ഒരു അറിവിലുള്ളപ്പോ ഞാനുള്ളപ്പോ ഇല്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എന്നില്ല. അതോടൊപ്പം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം ഔറംഗസേബ് നേരത്തെ തുറന്നു പറഞ്ഞതാണ് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തില്. അങ്ങനെ ഒരു കൊച്ചിയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ഏതെങ്കിലും വർക്കുകൾ, അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധത്തെ കുറിച്ച് അറിയാമോ? ഇല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. ഞാനുള്ളപ്പോ ഉണ്ടാവാം, പക്ഷെ എന്റെ അറിവിലില്ല. ഓക്കെ, എത്ര നാള് മുൻപാണ് ഈ സ്വർണം പൊട്ടിക്കലിലേക്ക് നിങ്ങൾ ഈ പെരുമ്പാവൂർ അനസ് കടന്നത്? ആദ്യം അതൊരു റിക്കവറി ആയിരുന്നു. സ്വർണം പൊട്ടിച്ചു പോകും ദുബൈന്ന് കൂട്ടാന് മുതലുകൾ പൊട്ടിച്ചു പോകും. ആ പൊട്ടിച്ചു പോയത് അവരുടെ പുറകെ പോയിട്ട് റിക്കവറി ചെയ്യില്ലായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പണി. സ്വർണം പൊട്ടിക്കുന്ന സംഘങ്ങളിൽ നിന്ന് പണം തിരിച്ചെടുക്കുന്നത് അല്ലേ? സ്വർണം തിരിച്ചെടുക്കുക. അതിനാണ് ഞങ്ങൾ ഒരുമിച്ച് പോയേക്കണത്. പിന്നീട് അത് വന്നത് പിന്നെ അത് പൊട്ടിക്കലിലേക്ക് വന്നതനുസരിച്ച് പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചുപറി അതിന്റെ അകത്തേക്ക് വന്നു കാര്യങ്ങൾ. അത് ഈ കൊടുവള്ളി സംഘമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. അതായത് ഈ രാമനാട്ടുകര കേസല്ല, രാമനാട്ടുകരയിൽ അപകടം, അത് നിങ്ങളുടെ സംഘത്തിൽപ്പെട്ടവരായിരുന്നു അപകടത്തിൽ കൊല്ലപ്പെട്ടത്? അതെ, മരിച്ച പിള്ളേരൊക്കെ എനിക്കറിയാവുന്ന പിള്ളേരാണ്. അതായത് അനസിന്റെ പിള്ളേരാണ്? അതെ, അനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇതിന്റെ അകത്ത് അംഗങ്ങളായിരുന്ന പിള്ളേരാണ് മരണപ്പെട്ടത്. അതായത് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രധാനി പെരുമ്പാവൂർ അനസാണ്? തീർച്ചയായിട്ടും അതെ. അങ്ങനെയാണ് എനിക്ക് പിന്നീട് ഞാൻ ഒന്ന് പോകുന്ന ശേഷം എനിക്ക് അറിയാൻ പറ്റിയത്. എപ്പോഴെങ്കിലും പുറത്തു വന്നായിരുന്നു എല്ലാത്തിന്റെ പുറകെല്ലാം ഉണ്ട്. ഈ സ്വർണം പൊട്ടിക്കലിന്റെ ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണം പൊട്ടിക്കൽ കേസുകളിൽ അനസിന്റെ പങ്കുകൾ നേരത്തെ പുറത്തു വന്നതാണ്? പുറത്തു വന്നിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്? അത് കേസാവൂല. ഇത് പൊട്ടിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ കേസാവല് സാധ്യത കുറവാണ്. കാരണം ഇത് കൊണ്ടുവരുന്നതും നികുതി വെട്ടിച്ചുള്ള കൊണ്ടുതന്നെ. അപ്പൊ അതിന്റെ ഉടമസ്ഥന്മാരത് കേസാക്കൂല. ഇതേപോലെ തന്നെ ഈ റിക്കവറി ചെയ്യാൻ തിരിച്ചെടുക്കാൻ പറ്റാവുന്ന ആളുകളെ ഏൽപ്പിക്കും. അത് കിട്ടാനും കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. നമ്മളെ എടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉടമസ്ഥന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? നിങ്ങൾ കമ്മീഷൻ ആണോ അതോ നിശ്ചിത തുകയാണോ? 20% ആണ് അതിന്റെ അകത്ത് ആവശ്യപ്പെടുന്നത്. ചിലപ്പോ ഒരു 15 ലക്ഷം രൂപ ഒക്കെ എടുക്കും അതിന്. ഞങ്ങളിപ്പോ കോഴിക്കോട് നിന്നൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് 15 ലക്ഷം രൂപ 17 ലക്ഷം രൂപ വാങ്ങി അവരായിരുന്നു. 50 ലക്ഷം രൂപയുടെ മുതലിന് തിരിച്ചെടുത്തു വന്നപ്പോ 17 ലക്ഷം രൂപ മേടിച്ചായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. എൽദോ. ഓക്കെ, എന്നാലും ഇബ്രാഹിം കുട്ടിയാണ് ഈ അനസിന്റെ മുൻ വിശ്വസ്തനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്ന്. എന്നാലും കൂടുതൽ പേർ ഈ സംഘങ്ങളിൽ ഉണ്ടായിരുന്നവർ പരാതിയുമായി പെരുമ്പാവൂർ അനസിനെതിരെ രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ ഇബ്രാഹിം കുട്ടി എന്തായാലും ന്യൂസ് 18നോട് പ്രതികരിച്ചതിന്. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്.